ബുദ്ധവിഹാരമായ ശബരിമല ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹിന്ദുക്കളാണെന്ന് സുന്നി യുവജന സംഘം നേതാവ് ഡോക്ടർ എ.പി. അബ്ദുൽ ഹക്കീം അസ്ഹരി. ഒരുപാട് സ്ഥലങ്ങളിൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാലയങ്ങളാണ് ക്ഷേത്രമായി മാറിയത്. ഭൂമി ഇളക്കി പരിശോധിച്ചാൽ പലതും ലഭിക്കും. പിടിയില്ലാത്ത അരിവാൾ കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നുവെന്നും മുസ്ലിങ്ങളുടെ ആരാധനാലയമാണെന്നുമൊക്കെ പറഞ്ഞുവരാം. അതുകൊണ്ടാണ് നിലവിലുള്ള ഒരു ആരാധനാലയത്തിന്റെയും 1947 അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ലെന്ന് 1991 പാർലമെന്റ് നിയമം പാസാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്യാൻവാബി മസ്ജിദിന്റെ സ്വഭാവം മാറ്റാൻ കോടതിക്കാവില്ലെന്നും അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. ബുദ്ധവിഹാരമായ ശബരിമല ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹിന്ദുക്കളാണ്. ക്ഷേത്രത്തിന്റെ ഭൂമി ഇളക്കി പരിശോധിച്ചാൽ പലതും ലഭിക്കും. ധർമ്മശാലയിലും ധർമ്മടത്തുമടക്കം ബുദ്ധ ജൈന ആരാധനാലയങ്ങളാണ് പിന്നീട് ഹിന്ദു ക്ഷേത്രങ്ങളായി മാറിയത്. ഭൂമി ഇളക്കി പരിശോധിക്കുമ്പോൾ ലഭിക്കുന്നവയിൽ പലതും തങ്ങളുടെ ആരാധനാ വസ്തുക്കളാണെന്ന് പലർക്കും തോന്നുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല ഇന്ന് ഹിന്ദുക്കളാണ് ഉപയോഗിക്കുന്നത്. അത് ബുദ്ധവിഹാരമാണ്. ധർമ്മശാല, ധർമ്മടം, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിൽ പരിശോധിച്ചാൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാ കേന്ദ്രങ്ങളാണ് പിന്നീട് അമ്പലങ്ങളായി മാറിയത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഭൂമി ഇളക്കി പരിശോധിച്ചാൽ അവിടെ അമ്മിയോ അമ്മിക്കുട്ടിയോ അല്ലെങ്കിൽ കലം ചട്ടി പാത്രങ്ങളോ അരിവാളോ അങ്ങനെ പണ്ട് കാലത്ത് ഉപയോഗിച്ച പലതരത്തിലുള്ള ആയുധങ്ങളും ഗൃഹോപകരണങ്ങളും ഒക്കെ കിട്ടും. ചിലതൊക്കെ കാണുമ്പോൾ ചിലരാരാധിക്കുന്ന വസ്തുക്കളെ പോലെ തോന്നും. ഒരു ഉദാഹരണത്തിന്, ഒരു പിടിയില്ലാത്ത അരിവാള് കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നു, ഇത് മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ്, അതിന്റെ മുകളിൽ വെക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു വരാൻ സാധിക്കും എന്നതുകൊണ്ടാണ് നിലവിലുള്ള ഒരാരാധനാലയവും 1947 അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്ന് 1991 ഒരു നിയമം കൊണ്ടുവന്നത്. രാജ്യത്തെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് 1947 തൽസ്ഥിതി തുടരുന്നതിനാണ് ആരാധനാ സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. ഇതുപ്രകാരം ഗ്യാൻവാബി മറ്റൊരു വിഭാഗത്തിന് നൽകാൻ ആവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്യാൻവാബി മസ്ജിദിന്റെ സ്വഭാവത്തിൽ നിന്ന് മാറ്റാൻ കോടതിക്ക് സാധിക്കൂല. അപ്പൊ പിന്നെ അവര് പുതിയൊരു തന്ത്രം എടുത്തുകൊണ്ട് എതിർവിഭാഗം ശൈവ സമുദായത്തിൽപ്പെട്ട ആളുകൾ വാദിച്ചത്, ഇവിടെ ശിവലിംഗം എന്ന് പറയുന്ന അവരാരാധിക്കുന്ന ഒരു വസ്തുവുണ്ട്, അതിന്റെ സ്ഥലമാണ്. അപ്പൊ പണ്ട് ഇവിടെ ശൈവരായ ആളുകൾ ആരാധിച്ചിരുന്നു എന്നാണ്. ശൈവരാരാധിച്ചിരുന്ന സ്ഥലമായതുകൊണ്ട് അവർക്ക് കൂടി കൊടുക്കണം. അങ്ങനെ പണ്ട് കാലത്തൊക്കെ ചില സ്ഥലങ്ങളില് ബഹുമത ആരാധനകൾ നടന്നിരുന്ന ഇടങ്ങളുണ്ട് എന്ന്. അവിടുത്തെ അതിന്റെ ആർക്കിടെക്ചർ നോക്കിയാൽ ഒരു ഇന്ത്യൻ സ്റ്റൈൽ ആർക്കിടെക്ചറാണ്. പക്ഷെ അതിന് മിനാരമുണ്ട്, താഴികക്കുടമുണ്ട്, മെഹ്റാബുണ്ട്, എല്ലാമുണ്ട്. മസ്ജിദാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല, കോടതിക്കും പറയാൻ കഴിയുകയുമില്ല. അവര് അത് പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പറഞ്ഞിട്ടും ഇല്ല. അപ്പൊ ഉടമസ്ഥാവകാശം ഒരിക്കലും മാറുന്നില്ല. ഗ്യാൻവാബി വിഷയമടക്കം ഉന്നയിച്ച് രാജ്യത്തെ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുന്നതിനോ നിരാശപ്പെടുത്തുന്നതിനോ ആർക്കും കഴിയില്ലെന്ന് നേരത്തെ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരും വ്യക്തമാക്കിയിരുന്നു.